الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته. പരീക്ഷയൊക്കെ അടുത്തൂലേ? പ്രിയ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടേറിയ വേളയാണ് എക്സാം ടൈം എന്നുള്ളത്. മദ്രസ പൊതുപരീക്ഷ, SSLC, +2, എൻട്രൻസ് എക്സാം തുടങ്ങിയ വിവിധ എക്സാമുകളെ അഭിമുഖീകരിക്കുന്നവരാകാം നമ്മിൽ പലരും. അതിനുവേണ്ടി നന്നായി പഠിച്ചവരുണ്ടാകാം, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകും, എത്ര പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചാലും മനസ്സിലാകാത്തവരും ഉണ്ടാകും. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും പാഠങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? അതല്ലെങ്കിൽ പഠിച്ചത് ഓർമ്മ കിട്ടുന്നില്ലേ? എങ്കിലിതാ വിശുദ്ധമായ ഖുർആനിലെ ചെറിയ ഒരു സൂറത്ത് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ഓതി നോക്കണം. എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ്. സൂറത്തുൽ ഇൻശിറാഹ് എന്നും സൂറത്തു ശർഹ് എന്നും ഒക്കെ പേര് പറയപ്പെടുന്ന അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക എന്ന് തുടങ്ങുന്ന ആ സൂറത്ത്. ഇത് ധാരാളം അനുഭവങ്ങളുണ്ട്. ഈ സൂറത്ത് ഇങ്ങനെ നിരന്തരമായി ഈ പറയപ്പെട്ടതുപോലെ ഓതിയതിനു ശേഷം ഓർമ്മശക്തിയും കൂർമ്മബുദ്ധിയും ഒക്കെ വർദ്ധിച്ച ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ, അത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് ഞാനൊന്ന് പറയാം. സുബഹി നിസ്കാരത്തിന് ശേഷം, മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷവും വലത് കൈപ്പത്തി വലത്തെ കൈ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വെച്ചിട്ടാണ് 7 പ്രാവശ്യം ഈ സൂറത്ത് ഓതേണ്ടത്. അലം നശ്റഹ് ലക സദ്റക എന്ന് തുടങ്ങുന്ന സൂറത്ത്. അതിന്റെ ആദ്യത്തെ ആയത്ത് തന്നെ അലം നശ്റഹ് ലക സദ്റക, നബിയെ അങ്ങക്ക് അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ? എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലേക്ക് അങ്ങയുടെ ഹൃദയത്തെ നാം ആക്കി തന്നില്ലയോ എന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട് പുണ്യ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ചിന്തകൾ ഒക്കെ മാറിക്കിട്ടും. അപ്പൊ സുബഹി നിസ്കാരത്തിന് ശേഷം വലത് കൈ ആ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ച് 7 പ്രാവശ്യവും, അതുപോലെ മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷവും ഈ പറയപ്പെട്ടതുപോലെ ഓതുക. അതുമാത്രവുമല്ല, പരീക്ഷാ ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും പരീക്ഷാ ഹാളിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ആൻസർ ഓർമ്മ കിട്ടാതെയോ അല്ലെങ്കിൽ പെട്ടെന്ന് മറന്നുപോയ ഒരവസ്ഥയൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ഈ സൂറത്തൊന്ന് ഓതിയാൽ അൽഹംദുലില്ലാ ഏകദേശം ആ ഓർമ്മ, ആ ആൻസർ ഏതാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. അത്രത്തോളം അനുഭവ സാക്ഷ്യങ്ങൾ ഉള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇൻശിറാഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന ഈ ചെറിയ സൂറത്ത്. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം പരീക്ഷാ സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ ഇത് നിത്യമാക്കുക. സമയം മറക്കരുത്. എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം 7 പ്രാവശ്യം, മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷവും നെഞ്ചിന്റെ ഭാഗത്ത് കൈവച്ച് 7 പ്രാവശ്യം ഓതുക. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ല വിജയാശംസകൾ നേരുന്നു. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.